ഈ എഴുത്തിലെ വിമർശകരെ എങ്ങനെയാ ചേട്ടൻ നേരിടുന്നത്? ഇപ്പൊ ഒരുപാട് എഴുതുമ്പോൾ ഉണ്ടാവാറുണ്ട്. ഞാൻ പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ എൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടമാവണമെന്നില്ലത്. പൊതുവെ നന്മ മാത്രം കാണുന്നൊരു ശൈലിയാണ് എൻ്റെ. കാരണം ഫേസ്ബുക്കൊക്കെ തുറന്നു നോക്കിയ തിന്മയുടെ ഒരു പ്രളയമാണ് അവിടെ. വെറുതെ നടന്നപ്പോൾ നമ്മളിപ്പോൾ യേശുദാസിനെ പറ്റി എഴുതിയെന്ന് വിചാരിക്കുക, ഉടനെ അടിയിലൊരുത്തൻ യേശുദാസ് എത്ര വലിയ സിംഗർ, ജയന്തനല്ലേ സിംഗർ, ഇപ്പോൾ ജയേട്ടനെ പറ്റിയാണ് എഴുതി വിചാരിക്കുക. ഇയാളാണോ സിംഗർ? നമ്മൾ യേശുദാസിനെ പറ്റി എഴുതാണ്ട് ഇയാൾ ഇങ്ങനെ ആരെ പറ്റി എഴുതാൻ പറ്റില്ല നമുക്ക്. എസ് ജാനകിയെ പറ്റി എഴുതിയ FP ജിയുടെ ആൾക്കാർ വന്ന് തല്ലും, റഫീ സാഹിബിനെ പറ്റി എഴുതിയ കിഷോർ കുമാറിൻ്റെ ആൾക്കാർ, അങ്ങനെ ഇവർക്കൊന്നും ഒരു ഹൃദയവിശാലത വേണ്ടേ? നമുക്ക് ഒരു മനുഷ്യൻ്റെ പാട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കാതുകൾ, നമ്മുടെ മനസ്സ് അതുമായിട്ട് ഒരു എന്താ പറയുക, അതൊരു താതാത്മ്യം പ്രാപിക്കലാണ്. അത് ഓരോരുത്തർക്കും ഓരോ മാതിരി ആയിരിക്കും. യേശുദാസിൻ്റെ കാത് മിനിയുടെ കാതിൽ വന്ന് ശബ്ദം മിനിയുടെ കാതിൽ വന്ന് വീഴുന്ന പോലെയല്ല എൻ്റെ കാതിൽ. രണ്ട് തരത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ചെവികളാണ് നമ്മുടെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിംഗർ, എനിക്ക് ഹേമന്ത് കുമാറിൻ്റെ പാട്ട് വലിയ ഇഷ്ടമാണ്. അത് മിനിയും ഇഷ്ടപ്പെടാൻ ഞാൻ നിർബന്ധം പിടിക്കുക, എങ്ങനെ ഒരിക്കലും ചിലപ്പോൾ ഏറ്റവും വെറുക്കുന്ന ശബ്ദമായിരിക്കും അത്.